രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചവരുടെ ഒരു ലിസ്റ്റ് സുപ്രഭാതം പത്രം പുറത്തിറക്കി. അതിൽ നേതാജിയും ഗാന്ധിജിയും നെഹ്റുവും ആസാദിനുമൊപ്പം ഇരിക്കുകയാണ്. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും സീതിക്കോയ തങ്ങളുമൊക്കെ. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരമായിരുന്നില്ലെന്നും ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയായിരുന്നെന്നും നിർബന്ധിത മതപരിവർത്തനം വിവാഹങ്ങളും നിറഞ്ഞ വർഗീയ കലാപമായിരുന്നെന്നും എഴുതിയ ആളാണ് പിൻകാലത്ത് നമ്മുടെ ഭരണഘടനാ ശില്പിയായി മാറിയ BR അംബേദ്കർ. മലബാർ കലാപത്തെ ഒരു കാർഷിക സമരമായി കാണിക്കുന്നത് പോലും സത്യത്തെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണെന്നാണ് അദ്ദേഹം എഴുതിയത്. മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി കാണാൻ കഴിയില്ലെന്ന് പിൻകാലത്ത് ഇന്ദിരാഗാന്ധി സർക്കാരും പാർലമെന്റിൽ അറിയിച്ചു. മലബാർ കലാപത്തിൽ പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയില്ലെന്നും ആ കലാപത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ വിമോചനം ആയിരുന്നില്ല എന്നും കേരളത്തിൽ നിന്നുള്ള MP ആയ CK ചന്ദ്രപ്പനെ അറിയിച്ചത് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഉമാശങ്കർ ദീക്ഷിതാണ്. അടിസ്ഥാനപരമായും വസ്തുതപരമായും അതൊരു വർഗീയ കലാപമായിരുന്നു എന്ന് പറഞ്ഞാണ് ദീക്ഷിത് തന്റെ മറുപടി അവസാനിപ്പിച്ചത്.